എൻ്റെ പേര് അജയൻ. ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. സ്ഥാപനത്തിന്റെ പേര് വന്നിട്ട് നമ്മുടെ KVR അഗ്രോ ഗാർഡൻ എന്നാണ്. സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നെന്മാറ ഗേൾസ് ഹൈസ്കൂളിന് തൊട്ട് സൈഡിലായിട്ടാണ്. നമ്മുടെ ഇവിടെ എക്സോട്ടിക് ആയിട്ടുള്ള ചെടികൾ എല്ലാ ഐറ്റവും ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുന്നത് ഹോം ഗ്രൗണ്ടിന്റെ പ്രൊഡക്ഷനാണ്. നമുക്ക് അതിൽ കിടക്കാം. നമ്മുടെ കയ്യിൽ ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ടുള്ള ഒത്തിരി ചെടികളുണ്ട്. നമുക്കതിൽ തന്നെ യുജീനിയ, സൈപ്രസ്, ഗോൾഡൻ തൂജ, അതുപോലെ ഹെലിക്കോണിയ, എക്സിക്കോണിമ, അങ്ങനെ വെറൈറ്റികളായിട്ടുള്ള ചെടികൾ എല്ലാ ഐറ്റവും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് കൂടുതലും ബോർഡിങ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ചെടികളാണ്. അതിൽ യുജീനിയ കുറച്ച് നല്ല വെറൈറ്റിയാണ്. നമുക്കതിൽ നട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പുതിയ ഇലകൾ വരുന്ന റെഡിഷ് കാണാനൊക്കെ ആയിട്ട് ഒത്തിരി ഭംഗി തോന്നിക്കുന്ന ചെടികളാണ്. അതുപോലെ തെച്ചി, മിനിച്ചർ തെച്ചികൾ, അങ്ങനെയുള്ള ഐറ്റങ്ങൾ. ഇത് കലാത്തിയ ലൂട്ടിയാണ്. നമുക്കിത് ഇപ്പം നമ്മുടെ കടയിൽ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് വോൾ സൈഡിലൊക്കെ ചെയ്യാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഒരു ഷെയ്ഡുള്ള ഭാഗത്താണെങ്കിലും ഔട്ട്ഡോറിലാണെങ്കിലും ചെയ്യാൻ വളരെ അടിപൊളി ചെടികളാണ്. നമുക്ക് ഗാർഡനിങ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇത് ഒഴിവാക്കാൻ പറ്റില്ല, അത്രയും നല്ലൊരു ചെടിയാണ്. ഓൾമോസ്റ്റ് നമുക്ക് ഹൈറ്റ് ഏകദേശം ഇത്ര തന്നെ, ഇതിൽ കൂടുതലായിട്ട് വരില്ല. ഇതാണ് ഒരു മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത്. ഒരു മതിലിന്റെ വോളൊക്കെ മറയ്ക്കാനും അതുപോലെ നമ്മുടെ വീടിന്റെ ഭിത്തിയോട് ചേർന്ന് ഒരു പിറ്റ് സെറ്റ് ആക്കിയിട്ട് അതിലേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ ഭംഗി തോന്നിക്കുന്ന ആകർഷണീയമായിട്ടുള്ള ചെടിയാണ്. മോൺസ്റ്ററയാണ്, ഏകദേശം വലിയ ലീഫ് അടങ്ങിയിട്ടുള്ള മോൺസ്റ്ററയാണ്. ഇതിന്റെ ചെറുതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇൻഡോറിലൊക്കെ വയ്ക്കുമ്പോൾ സിറ്റൗട്ടോ അതുപോലെ വീടിന്റെ ഉൾഭാഗങ്ങളിലൊക്കെ അലങ്കരിക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ്. നമുക്ക് ഇൻഡോറിൽ സെല്ലം എന്നുള്ള പ്ലാന്റ് ഉണ്ട്. ഇതും വളരെ ഭംഗിയാണ്. സെല്ലത്തിന് നമുക്ക് മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഒരു 350 തൊട്ടിട്ട് നമുക്കൊരു 500 വരെ ലഭിക്കുന്ന ചെടികളുണ്ട്. നല്ല ഭംഗി ഉള്ള ചെടിയാണ്. ഇൻഡോറിൽ സെറ്റ് ഒരു ഇൻഡോർ പോട്ടിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ആകർഷണീയമായിരിക്കും. ബ്രോക്കൺ ഹാർട്ട് ഫിലോഡൻഡ്രന്റെ അടുത്തൊരു പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഇൻഡോർ അകത്തളങ്ങളൊക്കെ ഭംഗിയാക്കാൻ ഉപയോഗിക്കും. നമുക്ക് കോർട്ട്യാർഡ് പോലത്തെ ഭാഗങ്ങൾ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു പോട്ട്, നമുക്കിപ്പോൾ ഈ പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് സെറാമിക്കിന്റെ വലിയ പോട്ടുകളിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ PVC തന്നെ പ്ലാസ്റ്റിക്കിന്റെ വലിയ പോട്ട് ഇറങ്ങുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഇൻഡോർ പോട്ട് അതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഫേണിന്റെ കുറച്ച് വെറൈറ്റികളുണ്ട്. ഡ്രാഗൺ ഫേണ്, അതുപോലെ നമുക്ക് മറ്റൊരു ഫേണാണിത്. അത് കഴിഞ്ഞാൽ വേറൊരു വെറൈറ്റി ഉണ്ട്. നമുക്ക് ഫാനിൽ കുറച്ച് 5-6 വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ആന്തറി ഉണ്ട്, കലാത്തിയ ഉണ്ട്, അഗ്ലോണിമ ഉണ്ട്. ഇവിടെ വെറൈറ്റിയാണ്. കലാത്തിയിൽ നമുക്ക് 250ഓളം വെറൈറ്റിയാണ് ഉള്ളത്. നമ്മുടെ കയ്യിൽ കുറച്ച് വെറൈറ്റി കളക്ഷൻ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ജാക്കിന്റെ ഒരു 10ഓളം വെറൈറ്റികളാണ് ഉള്ളത് പ്ലാവിന്റെ. പ്ലാവിൽ നമുക്ക് സിന്ദൂർ ഉണ്ട്, J33 ഉണ്ട്, ഗംലസ് ഉണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് വിയറ്റ്നാം എർലി ഉണ്ട്. കൂടുതലായിട്ട് പോകുന്നത് വിയറ്റ്നാം എർലി തന്നെയാണ്. കുറച്ച് ടേസ്റ്റ് കൂടുതലുള്ള ഐറ്റം പറയുകയാണെങ്കിൽ J33 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ വലിയ പ്ലാന്റുകളും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച പോലെ നമ്മളൊരു 3 വർഷം പ്രായമുള്ളൊരു ചെടിയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ നമുക്ക് കായ്ഫലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ KVR 2 ചെടികൾ നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് റംബൂട്ടാൻ്റെ. ഒരെണ്ണം റോങ് റെയിനും ഒരെണ്ണം N18 ആണ്. N18ന്റെ സ്വഭാവം എങ്ങനെ വെച്ചാൽ നമുക്ക് കൊല കുത്തി കായ കിട്ടും. ഏകദേശം നമുക്കൊരു 3 വർഷം പ്രായമുള്ള ഒരു ചെടിയാണെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടിങ് ഒരു 10-20 കായകളായിരിക്കും. അത് കഴിഞ്ഞൊരു അടുത്ത നെക്സ്റ്റ് ഇയറിൽ നമുക്കൊരു 30-40 കിലോ വരെ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും ഒരു ചെറിയ പ്ലാന്റിൽ നിന്ന്. നമുക്ക് അതിന് ഉദാഹരണമാണ് നമ്മുടെ ഈ കാണുന്ന റംബൂട്ടാൻ. ഇത് വന്നിട്ട് N18 ആണ്. അതുപോലെ നമ്മളുടെ ഇടതുവശത്ത് ഇപ്പൊ ഈ കാണുന്ന ബ്രീഡ് വന്നിട്ട് റോങ് റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രീഡാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ രോമം വന്നിട്ട് ഗ്രീൻ കളറും തോട് റെഡ് കളറും ആയിരിക്കും. അതുപോലെ പൾപ്പിന് N18നെക്കാട്ടിലും കുറച്ചുകൂടി വലുപ്പം കൂടുതലാണ്. ഇത് നമുക്ക് ഇത്തവണ ഏകദേശം ഒരു 10 കിലോ മേലെ നമുക്ക് പറിച്ചിട്ടുണ്ടാവുള്ളൂ. ചെറിയ പ്ലാന്റ് ആണ്. ഏകദേശം ഇപ്പോൾ ഒരു 3 വർഷം ആയിട്ടുണ്ട്. അതായത് N18നെ അപേക്ഷിച്ച് കുറച്ച് കായ്ഫലം കുറവാണ്, തിക്കായിട്ട് വരുന്നില്ല, പക്ഷെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പൊ നമുക്ക് വീടുകളിലേക്ക് പ്ലാന്റ് ചെയ്യാൻ ഉത്തമമായിട്ട് പറയുകയാണെങ്കിൽ റോങ് റെയിൻ ബ്രീഡാണ് ഏറ്റവും നല്ലത്. ഇതിന്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഏകദേശം 10ഓളം വെറൈറ്റി ഉണ്ട്. ഹോം ഗ്രൗൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അവരുടെ പ്രൊഡക്ഷൻ ലിസ്റ്റ് എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം ഉണ്ട്. നമ്മുടെ ക്രിംസൺ റെഡ് എന്ന് പറയുന്ന വെറൈറ്റി ഗോയാണ്. നമുക്ക് ഏകദേശം ഒരു കുഞ്ഞു തൈ വെച്ച് കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് നമുക്ക് കായ്ഫലം കിട്ടും. 3 വർഷം വേണ്ട, അതിന് മുന്നേ കിട്ടും. എങ്കിലും നമ്മളൊരു ടൈമിങ് 3 വർഷമാണ്. അപ്പോൾ നമ്മളത് ലെയർ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 50-60 ദിവസം കഴിയുമ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കും. അതിന് മുന്നേ എടുക്കാം, 40 ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷെ നമ്മുടെ തന്നെ സ്ഥാപനമായതുകൊണ്ട് നമ്മൾ നല്ലവണ്ണം വേര് പിടിച്ചതിന് ശേഷം അത് കട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ വേര് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ടിംഗ് ആണ്.
ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കുരു ഉണ്ടാവില്ല, സീഡ്ലെസ് ആണ്. അഥവാ സീഡ് ഉണ്ടെങ്കിൽ തന്നെ 1-2 സീഡിൽ ഒതുങ്ങും, അത്രേ ഉള്ളൂ. ഇത് അബിയു എന്നുള്ള ഫ്രൂട്ടാണ്. നമുക്ക് ഏകദേശം ഒരു 3 വർഷം പ്രായമായുള്ള ഫ്രൂട്ടാണ്. ഇതിന്റെ ജന്മദേശം വന്നിട്ട് ആഫ്രിക്കൻ കാടുകളിലൊക്കെ, അതായത് ആമസോൺ കാടുകൾ, റെയിൻ ഫോറസ്റ്റ്, അങ്ങനെ അവിടെ വരുന്ന ഒരു ചെടിയാണ്. നമ്മുടെ കാലാവസ്ഥയിലും അതിജീവിച്ച് നമുക്ക് ഫലം തരുന്നതാണ്. നമ്മുടെ നഴ്സറിയിൽ തന്നെ ഇതിന്റെ വലിയ പ്ലാന്റ് നമ്മൾ നിലത്ത് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇത്തവണ നമുക്ക് പഴം കിട്ടിയതാണ്. ഈ കവറിൽ പോലും നമുക്ക് കായ്ക്കുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് കെയറിംഗ് ഒന്നും വേണ്ട. നമുക്കൊരു 3 മാസം 4 മാസം കൂടുമ്പോൾ ഒരു വളപ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ നല്ല മധുരമുള്ള ഫ്രൂട്ടാണ്. നമുക്കത് ഒരു ഇളനീരിന്റെ ടേസ്റ്റ്, ഇളനീരും പൈനാപ്പിളും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റ് പോലെയാണ് ഇതിന്റെ ടേസ്റ്റ് വരുന്നത്. ചെറിയൊരു കാട പോലെ നമ്മുടെ ചുണ്ടിലേക്ക് ഇങ്ങനെ ഒട്ടുന്ന ഒരു പശയുടെ ഒരു ഇതുണ്ടെന്ന് ഉള്ളൂ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ്. പറിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കുന്നതിന്റെ ഫീലിംഗ് ഉണ്ടാവും. അത്രയും നല്ലൊരു ഫ്രൂട്ടാണ് അബിയു. എല്ലാവർക്കും വാങ്ങിച്ചു വെക്കാം. ഇത് നമ്മുടെ റംബൂട്ടാന്റെ വലിയ പ്ലാന്റുകളാണ്. N18 ഉണ്ട്, E35 ഉണ്ട്, സ്കൂൾ ബോയ് ഉണ്ട്, ഇപ്പൊ പറഞ്ഞ റോങ് റൈൻ ഉണ്ട്. അങ്ങനെ പല വകകൾ ഇതിലുണ്ട്. ഇപ്പം നിലവിൽ ഇത് ഏകദേശം 2.5 വർഷം 3 വർഷമൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അത് ചെറിയ കവറിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു സ്ട്രെങ്ത് ഇപ്പൊ കാണുള്ളൂ. നമ്മളുടെ സ്പെഷ്യൽ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു വൈറ്റ് കളർ ഞാവലാണ്. നമുക്ക് സാധാരണ ഞാവൽപ്പഴം കഴിക്കുമ്പോൾ ബ്ലാക്കിൽ നമുക്ക് നാവിൽ കറ പിടിക്കും. ഇതിൽ അത് ഉണ്ടാവില്ല. ടേസ്റ്റ് ഒന്ന് തന്നെയാണ്. നമുക്ക് ഒരു ഏകദേശം ഒരു 2.5 വർഷം 3 വർഷം ആയാൽ തന്നെ നമുക്ക് ഇതിന് കായ്ഫലം കിട്ടും. ബ്ലാക്ക് ഞാവലാണെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് കായ് കിട്ടില്ല. അപ്പോൾ നമുക്കിതൊരു വീട്ടിലേക്ക് വെക്കുമ്പോൾ ഒരു കാണാനും ഒരു ഭംഗിയാണ്. വീട്ടുമുറ്റത്തൊക്കെ ഒരു രസകരമായിട്ട് നടാം. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും അത് നമുക്ക് ബാധിക്കില്ല. കോമ്പറ്റീഷൻ എല്ലാ മേഖലയിലും ഉണ്ടല്ലോ, ബാധിക്കില്ല. നമ്മൾ ഓർഡർ പ്രകാരം വീടുകളിലെ ചെടികൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ നമുക്ക് വർക്കുകളൊന്നും നമ്മൾ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാറില്ല. പോയി ചെയ്ത് കൊടുക്കും. അവരുടെ ആഗ്രഹപ്രകാരം ഏത് രീതിക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. അതിനെക്കുറിച്ചുള്ള കെയറിങ് രീതി എങ്ങനെ പരിപാലിക്കാന്നുള്ള ഫുള്ളായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെയല്ല, ഇപ്പോൾ ചെടികളെ അപേക്ഷിച്ചിരിക്കും. അതായത് ഇപ്പോൾ ഇറങ്ങുന്ന ചെടികളെല്ലാം ഹൈബ്രിഡ് ആണ്. അപ്പോൾ ചില ചെടികൾ ഏത് സമയത്ത് നമുക്ക് കായ് തരും, ഫലങ്ങൾ കിട്ടാറുണ്ട്. ചില ചെടികൾ സീസണിൽ മാത്രമേ കായ്ക്കുള്ളൂ. ഉദാഹരണത്തിന് റംബൂട്ടാനൊക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യം കായ്ക്കുള്ളൂ. അങ്ങനെയുള്ള ചെടികളും ഉണ്ട്. അപ്പോൾ നമുക്ക് സീസൺ അല്ല, ഇപ്പോൾ എല്ലാ ചെടികളും ഏത് സമയത്തും കായ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇത് പ്രകാരം വിഷുവിന് വിത്തെറിഞ്ഞു കഴിഞ്ഞാൽ വിഷുവിന് ശേഷം നമുക്ക് ചെയ്യാമല്ലോ എന്നുള്ള ഒരു കണക്കും കൂടി ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്ത് തുടങ്ങാം. നമ്മൾ ഇപ്പോൾ ചെറിയ തോതിൽ തുടങ്ങിയിട്ടുള്ള ഈ സംരംഭം ഒന്ന് വലുതാക്കി നാലാൾ അറിയപ്പെടുന്ന ഒരു വലിയൊരു സ്ഥാപനമാക്കി മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. എനിക്കിപ്പോൾ 2 സ്റ്റാഫാണ് ഉള്ളത്. പിന്നെ എന്നെ നല്ല രീതിയിൽ എൻ്റെ നമുക്ക് എന്തെങ്കിലും മിസ്സിങ് നമ്മുടെ കാര്യങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള 2-3 നല്ല കൂട്ടുകാരുണ്ട്. അവരും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യും എല്ലാ കാര്യത്തിനും. നല്ല കൂട്ടുകാർ, എല്ലാത്തിനും ഉപരി നമുക്ക് കൂട്ടുകാരൊരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാര്യ ഒന്നാമത്തെ സപ്പോർട്ട്, അതുപോലെ നമ്മുടെ കൂട്ടുകാർ, ഫ്രണ്ട്ഷിപ്പാണ്. ഫാമിലി, ഭാര്യ, 2 കുഞ്ഞുങ്ങൾ, 2 പെൺകുട്ടികളാണ്. പിന്നെ അച്ഛൻ, അമ്മ, 2 ജ്യേഷ്ഠന്മാർ, 1 പെങ്ങള്, അങ്ങനെ നടക്കുന്നൊരു കുടുംബമാണ്. എല്ലാവരും സെപ്പറേറ്റ് ആണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിൽ പോട്ടുകളായിട്ടും ചെടികളായിട്ടാണ്. അപ്പോൾ പോട്ടുകളായിട്ട് നമുക്ക് സെറാമിക്കിൻ്റെ ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ വിവിധ ഇനങ്ങളായിട്ടുള്ള കളർ ഷെയ്ഡുകളിൽ നമുക്ക് കുറച്ച് പോട്ടുകൾ കളക്ഷൻ ഉണ്ട്. പിന്നെ ചെടികളാണ്. നമുക്ക് വേറൊരു സംരംഭം കൂടി ഉണ്ടായിരുന്നു. അത് നമ്മളുടെ ചുറ്റുപറ്റിയുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം. ഒരു ഹാച്ചറി ആയിട്ടാണ് നമ്മളിത് തുടങ്ങിയത്. നിലവിൽ ഹാച്ചറി സ്റ്റോപ്പാണ്. അത് കുറച്ച് സമയത്ത് നമ്മൾ തുടങ്ങും. പെൻഡിങ് ആണ്. നമ്മളൊരു 7 വർഷത്തോളം ഹാച്ചറി നടത്തിക്കൊണ്ടുപോയിരുന്നതാണ്. നമ്മളെ ലൊക്കേഷൻ പാലക്കാട് ജില്ലയിൽ നെന്മാറ പഞ്ചായത്ത്. നെന്മാറയിൽ നമുക്ക് നമ്മുടെ തട്ടകം എന്ന് പറഞ്ഞ നെല്ലിക്കുളങ്ങര അമ്പലമാണ് നമ്മുടെ തട്ടകം. ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ, അതായത് നിയർ നമ്മളുടെ നെന്മാറ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഉണ്ട്, പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂള്. ആ സ്കൂളിന് തൊട്ട് അവരുടെ കോമ്പൗണ്ട് വാളും നമ്മളുടെ ഒരുമിച്ചാണ്.